അപ്പം ഇനി നമുക്ക് ലീഫാണ് പഠിക്കാനുള്ളത്. ഒന്ന് ജസ്റ്റ് നോക്കുക, ഇത് എന്തിന്റെ ലീഫാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ? ചെമ്പരത്തിയാണല്ലേ, ചൈന റോസ്. ഓക്കെ, ഹൈബിസ്കസ്. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി ആണ്. ഇനി ഇവിടെ കാണുന്ന സമയത്ത് അത് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ നോഡ്സ്? ഈ കാണുന്നതാണ് നോഡ്. ഓക്കെ, ഇവിടെ ഈ നോഡ് ഉണ്ട്, ഇപ്പുറത്ത് നിങ്ങൾക്ക് അടുത്ത നോഡിലായിട്ട് അടുത്തൊരു ഫ്ലവർ കാണാം, സോറി ലീഫ് കാണാം. ഓക്കെ, ലീഫിന്റെ ഈ ഒരു ഭാഗം, അതായത് ഈ സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആയിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീഫ് ബേസ്. രണ്ടാമത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ, ഇതെന്താണ്? പീറ്റിയോൾ ആണ് അല്ലെ, പീറ്റിയോൾ ആണ്. ആൻഡ് പീറ്റിയോൾ എന്തിനായിരിക്കും സഹായിക്കുന്നുണ്ടാവുക? ബേസിക്കലി ലീഫ് ബേസിനെ ഈ ഒരു ലാമിനയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ പീറ്റിയോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണുന്ന വീനേഷൻ നോക്കുക, ഇതാണ് നമ്മളുടെ മെയിൻ വെയിൻ അല്ലെ, ഇങ്ങനെ പോകുന്ന ഇതിനെന്താ വിളിക്കുക? മിഡ്രിബ്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാലോ, ഈ മിഡ്രിബിന്റെ ബ്രാഞ്ചിങ് വീണ്ടും എന്ത് ചെയ്തു? ബ്രാഞ്ച് ചെയ്തു. അപ്പം ഇതൊരു നെറ്റ്വർക്ക്, അതായത് നിങ്ങൾ എൻറ്റയർ ലീഫ് എടുക്കുന്ന സമയത്ത് ഇതൊരു നെറ്റ്വർക്ക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇനി ഈ മിഡ്രിബിന്റെ ഉള്ളിലൂടെ അതേപോലെ തന്നെ ലീഫിൽ കാണുന്ന ഓരോ അതിന്റെ ലാറ്ററൽ വെയിൻസിലും അതായത് വെയിൻലെറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആ വെയിൻലെറ്റ്സിലും ഒക്കെ എന്ത് കാണാനായിട്ട് പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന വാസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം കാണാനായിട്ട് പറ്റും. ഈ ലീഫില് ഒരു നോഡാണ് ഈ കാണുന്ന നോഡ്. ഈ ഒരു നോഡിൽ നിന്ന് എത്ര ലീഫ് വന്നിട്ടുണ്ട്? 3 ലീഫ് വന്നിട്ടുണ്ട്. ഒരു നോഡിൽ നിന്ന് 3 ലീഫ് വരികയാണെങ്കിൽ ഏത് ഫിലോടാക്സി ആയിരിക്കും? വേൾഡ് ഫിലോടാക്സി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് മാർജിൻ മിഡ്രിബ് ആയിരുന്നു. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ലീഫ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അതായത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ലീഫിനെ നമ്മൾ വിളിക്കുക എന്താണ്? ലീഫ് ലെറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ലീഫ്ലെറ്റ്സ് ആണ്. അപ്പം ഒരു എൻറ്റയർ ലീഫ്, ഇതൊരു ശരിക്കും ഇങ്ങനെ ഒരു ലീഫായിരുന്നു എന്ന് വിചാരിക്കുക. അതാണ് കട്ട് ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഒരു നോഡിന്ന് എറൈസ് ചെയ്യുന്ന പീറ്റിയോൾ, അത് കഴിഞ്ഞിട്ട് വരുന്ന ലീഫിന്റെ സ്ട്രക്ചർ, ആ മിഡ്രിബിന്ന് ഒരുപാട് ലീഫുകളായിട്ട് അത് മാറുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമ്പൗണ്ട് ലീഫ്.